അങ്ങനെ ഞങ്ങൾ കുർഫുഖാനിലെത്തിയതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ലൊക്കേഷനിലെത്തി. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കുർഫുഖാനിലേക്ക് വരുന്നതിൻ്റെ വീഡിയോ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കുർഫുഖാൻ്റെ ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറി കേട്ടോ. ഇതൊക്കെ മലയാളി ഹോട്ടലുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറി. ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല നെയ്ച്ചോറും ബീഫും കിട്ടി കേട്ടോ. അവിടെ നിന്ന് ചാരൂട്ടിനും അങ്ങനെ ബീഫൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്. ചാരൂട്ടിന് അങ്ങനെ എരിവിൻ്റെ പ്രശ്നമൊന്നുമില്ല. ചാരുവും കഴിക്കും, ബീഫൊക്കെ കഴിക്കും. ചാരൂട്ടിനല്ലേ ഉടുമ്പൊടുത്തേ 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 കൊടുക്ക ചാരൂട്ടിനല്ലേ. ചാരൂട്ടിന്റെ മേത്തിലൊന്നും തലയിലിരുന്നു. ഒന്ന് തലയിലിരുന്നു. ഓ ഒരു തത്തിക്കുഞ്ഞല്ലേ. അതിന്റെ കുഞ്ഞാ തത്തിക്കുഞ്ഞ്. തത്തിക്കുഞ്ഞേ തത്തിക്കുഞ്ഞേ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് കുർഫുഖാൻ്റെ കാണാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, നമുക്കൊന്ന് എന്തെങ്കിലും കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച്. ഞങ്ങളിപ്പോൾ പോകുന്നത് കുർഫുഖാൻ്റെ അതിമനോഹരമായ ഒരു ഹില്ലിലേക്കാണ് കേട്ടോ. അവിടെ ഒരു അൽറാബി ടവർ എന്നാണ് അതിന് ലൊക്കേഷൻ വരിക. അൽറാബി ടവർ അതായത് കുർഫുഖാൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മലനിരയാണ് കേട്ടോ. അവിടെ ഒരു ടവറുണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ. ഇത് കണ്ടോ നിങ്ങൾ, പാറക്കെട്ടുകൾ എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. ഇതൊക്കെ കുർഫുഖാൻ്റെ ഭാഗം കേട്ടോ. ഭയങ്കര രസം. ആകാശമാണെങ്കിൽ നല്ല നീല കളറിൽ എന്ത് രസം നോക്കിയാൽ മേഘങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ. ചാരൂട്ടന് ആണെങ്കിൽ വിൻഡോ ഒക്കെ തുറന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ വിൻഡോ ഒക്കെ തുറന്ന് ചാരൂട്ടൻ കാറ്റും കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അൽറാബി ടവറിൻ്റെ താഴത്തെ ഭാഗത്ത് എത്തി കേട്ടോ. ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് കണ്ടു. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഇവിടെ നിന്നാണ് ടേൺ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ആണ് മുകളിലേക്കുള്ള വഴി, അതായത് ഞാനീ പറഞ്ഞ ടവറിലേക്കുള്ള വഴി ഇവിടെ നിന്ന് കേട്ടോ. നമ്മൾ വന്നത് ഒരു കറക്റ്റ് സമയത്താണ്, സൺസെറ്റിൻ്റെ സമയത്താണ് വന്നത്. അപ്പോൾ നല്ലൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ വണ്ടികൾ നമ്മളിവിടെ എത്തുമ്പോഴേക്ക് തന്നെ വണ്ടികൾ ക്യൂ ആണ് കേട്ടോ. വണ്ടികൾ ക്യൂ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു മുകളിൽ പോയി നമുക്ക് പാർക്ക് ചെയ്യാൻ അവസരം കിട്ടുവാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും മുകളിലോളം ക്യൂ ആണ്. ആൾക്കാർ നല്ല രീതിയിലുണ്ട് മുകളിലെത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ക്യൂ ആണ്. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ടുണ്ട്. വി ഐ പികൾക്കുള്ള പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള പാർക്കിങ്ങും താഴത്തേക്കുള്ള സൈഡിലാണ് കേട്ടോ. നമ്മൾ കയറി വന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും റോങ്ങായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാലുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർഫുഖാൻ്റെ ബീച്ച് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടോ വ്യൂ കണ്ടോ? സൂര്യൻ ഇത് നിങ്ങൾ കണ്ടോ? എന്തൊരു രസമാണ് നോക്കിയാൽ. ഈ കാണുന്നത് കുർഫുഖാൻ പോർട്ടാണ് കേട്ടോ. കുർഫുഖാനിലെ അവിടെ പണി നടക്കുന്നുണ്ട് പോർട്ടിൻ്റെ. അവിടെ ഒരു ഷിപ്പൊക്കെ വന്നിട്ടുണ്ട്. 2 ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ നേരെ കാണുന്നത്? അതുപോലെ ഒരു ബോട്ട് പോകുന്നുണ്ട്. നിങ്ങളങ്ങ് ദൂരെ എന്ത് രസമാണെന്നൊക്കെ. ഇവിടുന്ന് കാണുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. ഈ മലേൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള കടലും എല്ലാം കൂടി ഒരുമിച്ച് കാണുന്നത്. ഈ താഴെ കടലിൻ്റെ നടുക്ക് കാണുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് കുർഫുഖാൻ്റെ സിറ്റി. ആ കാണുന്നത് ചെറിയൊരു ഒരു ഗ്രാമമാണ് കേട്ടോ കുർഫുഖാൻ എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്.
അങ്ങ് ദൂരെ കണ്ടോ നിങ്ങൾ നിങ്ങൾ ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് കുതിരേനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം, ഹോഴ്സ് റൈഡും ഹോഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണത് കേട്ടോ. ഇത് ഒരുപാട് ദൂരമാണ്, സൂം ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഈ നഗരത്തിൻ്റെ നടുക്ക് കടലിനും മലയ്ക്കും ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ, ഇതാണ് കുർഫുഖാൻ്റെ ഭംഗി കേട്ടോ. ഇവിടെ ടൗണ്, ഈ കാണുന്ന താഴെ കാണുന്ന പച്ചപ്പില്ലേ, ആ പച്ചപ്പൊക്കെ ചെറിയ ചെറിയ ഫാമുകളും അതുപോലെ വീടുകളോടനുബന്ധിച്ചുള്ള ചെറിയ ഫാമുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് നല്ല കറക്റ്റ് സമയത്താണ് വന്നത്. സൂര്യാസ്തമയം കാണാൻ പറ്റി. കടലും കുർഫുഖാൻ ബീച്ചും അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ മുന്നിൽ കാണുന്നത് എന്തോ പണ്ടത്തെ എന്തോ ഒരു വാച്ച് ടവർ പോലെ ഉണ്ടോ. ഇവിടെ ഒരു കിണർ പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ട് ഉണ്ട്. എന്തൊക്കെയാ ഈ അൽറാബി ടവറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുന്ന് ഈ തണുപ്പ് സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായി. കോടയൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. ചാരൂട്ടൻ്റെതും ഞങ്ങളതും. ബാക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് വ്യൂവും മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് നിങ്ങൾ കുർഫുഖാൻ സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അൽറാബി ടവർ, ലൊക്കേഷൻ പറഞ്ഞിട്ട് അൽറാബി ടവർ എന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയുള്ള വീടുകൾ, കുഞ്ഞു കുഞ്ഞു വീടുകൾ. ദുബായ് പോലെയുള്ള മണിമാളികളൊന്നുമില്ല കേട്ടോ. എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ വീടുകളാണ്. നല്ല രസമല്ലേ ഇത്? നോക്കിയേ, ഈ കാഴ്ച നോക്കിയേ നിങ്ങൾ. നല്ല സൺസെറ്റും നല്ല കാറ്റും ഫ്രഷ് എയറും. അത് ഈ കുർഫുഖാൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതേപോലെയുള്ള മലകളിൽ വന്നിട്ട് താഴോട്ട് നോക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഭംഗി കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല മനോഹരമാണ്. മെയിൻ എൻട്രൻസിലുള്ള കാഴ്ചകളിൽ കണ്ട് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് സൈഡിലേക്കൂടെ നടന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ കൂടുതലും ട്രക്കിങ്ങിന് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രക്കിങ്ങിന് പോകേണ്ട വഴികളും അതേപോലെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ, എത്ര കിലോമീറ്ററിലാണ് റെസ്റ്റ് ഏരിയ ഉള്ളത്, അതുപോലെ വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉള്ളതും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കൂടുതലും ആൾക്കാർ വരുന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര നല്ല കാറ്റാണ്, ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെയാണ്. ഇത് നോക്കിയാൽ ഒരു സൈഡിൽ കടൽ, നടുക്ക് ആ ഓരോരോ സിറ്റി, അതിൻ്റെ ടൗണ്, അതുപോലെ തൊട്ടിപ്പുറത്തായിട്ട് മലനിരകളും. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായിട്ടോ കുർഫുഖാനിനെ. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട്, മസ്റ്റായിട്ട് എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ വരണം. നമ്മൾ അൽ ഷുഹൂബ് ഏരിയ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനും കൂടിയുണ്ട് കുർഫുഖാനിൽ. അവിടെയും പോയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് അത്ര ഹൈറ്റിലല്ലെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. കുർഫുഖാൻ്റെ പല ബീച്ച് ഏരിയയിലേക്കൊക്കെ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ദൂരെ കണ്ടോ നിങ്ങൾ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്? അത്രയ്ക്കും ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് താഴോട്ട് നോക്കിയാൽ ചെറിയ ചെറിയ വീടുകളും അതുപോലെ വണ്ടികൾ പോകുന്ന മെയിൻ റോഡുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല ഫോട്ടോ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. ചാനോട്ട് മുന്നിൽ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ വഴികാട്ടിയായിട്ട്. ഇവിടുന്ന് ഒരുപാട് റൂട്ടുകളുണ്ട്, ഇടത്തോട്ടും വലത്തോട്ടുമായിട്ട് ഒരുപാട് റൂട്ടുകളുണ്ട്. ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ കറക്റ്റ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ഉണ്ടോ, ട്രക്കിങ്ങിൻ്റെ പറ്റിയ ഏരിയ ആണോ, എല്ലാ ബോർഡുകളും കറക്റ്റ് ഗൈഡൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ ഇതിന് മുകളിലായിട്ട് ഒരു ബോർഡ് കാണുന്നുണ്ട്, അങ്ങോട്ട് എൻട്രി ഇല്ലയെന്ന്. പക്ഷേ അതുവരെ നമുക്ക് പോവാം. ആ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു മലയിടുക്കാണ് കേട്ടോ. അപ്പോൾ അവിടം വരെയേ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റുന്ന പരിധി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ പോലീസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചാരൂട്ടൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ അവിടുന്ന്. ഭയങ്കര നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ വന്നും പോയിക്കൊണ്ടൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ പേരും
ട്രക്കിങ്ങിനാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുന്നത്. ആ ഹോട്ടൽസിലൊക്കെ വന്നിട്ട് അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ താഴെ നിന്ന് സൈക്കിളൊക്കെ റെൻറ്റിന് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് സൈക്ലിങ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെന്തായാലും ട്രക്കിങ്ങിനൊന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലല്ല വന്നത്. ഇവിടുത്തെ മനോഹരമായ സൺസെറ്റ് ഒന്ന് നോക്കി എന്തൊരു ഭംഗിയാണെന്ന്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ താഴേക്ക്. നമ്മൾ ആദ്യം കണ്ടില്ലേ ആ സ്ഥലത്തേക്ക് തിരിച്ച് മടങ്ങുകയാണ്. ചെറിയൊരു 2 പേർക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒരുപാട് പേര് ട്രക്കിങ്ങിനായിട്ട് പോയിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ വന്നപ്പോഴേക്കന്നെ ഒരുപാട് പേര് പോകുന്നതായിട്ട് കണ്ടിട്ടു. ഞങ്ങൾ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. മടങ്ങുന്ന വഴിയിൽ ഞങ്ങളുടെ വലതുവശത്ത് കാണുന്ന ഈ കാഴ്ച ഭയങ്കര മനോഹരമാണ്. കുർഫുക്കാൻ ബീച്ചും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ വീടുകളും ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ നേരത്തെ കാണിച്ച റെസ്റ്റോറൻറ്റ് സൈഡിൽ കൂടെ എക്സിറ്റ് ആവാൻ പോകണം കേട്ടോ. ഇതുവഴി ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർ ഇടയ്ക്കിടെ വന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വന്നിട്ട് ഈ ഒരു ലൊക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എപ്പോഴേലും ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോകേണ്ടതാണ്. ഈ പോകുന്ന വഴികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിയേ. അത് പൂക്കൾ, നമ്മുടെ ബോഗൺവില്ല, ഒരുപാട് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ. ഇത് എൻ്റെ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചു കേട്ടോ ശരിക്കും. അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. ആ തിരിച്ച് മടങ്ങുന്നതിനിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റും ആ ഒരു ആംബിയൻസൊക്കെ ഭയങ്കര മനോഹരമാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൊക്കേഷനും കൂടിയാണ് കേട്ടോ. അങ്ങനെ ആൽറാബി ടവറിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഈ സൂര്യാസ്തമയം ഏകദേശം ആവാറായി. ഞങ്ങൾക്ക് അതിന് മുന്നിൽ പോയാലേ എന്തെങ്കിലും കാണാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ലൈറ്റ് ഷോ തുടങ്ങിയിരുന്നു. ഈ കാണുന്നതാണ് കുർഫുക്കാൻ വാട്ടർഫാൾസ് കേട്ടോ. ഇവിടെ പുതിയ ലേസർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വെള്ളച്ചാട്ടത്തിലേക്ക് ലേസർ അടിച്ച് അത് ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കമ്പാരിറ്റീവ് പഴയ ആ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കുർഫുക്കാൻ ബീച്ചിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് കേട്ടോ. റോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന് തൊട്ട് മുട്ടിയിട്ട് തന്നെ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഗവൺമെൻറ് പെയ്ഡ് പാർക്കിങ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുർഫുക്കാൻ ബീച്ചിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ. റോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ ഗവൺമെൻറ് പെയ്ഡ് പാർക്കിങ് അവൈലബിൾ ആണ്. ഓഫ് ഡേയ്സിലും വീക്കെൻഡിലൊക്കെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്ന ദിവസം പാർക്കിങ്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടെ പുതുതായിട്ട് ആരംഭിച്ച ലേസർ ഷോ കേട്ടോ. ഇത് അത്രയ്ക്ക് ഭംഗിയായിട്ടൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ചില ഡിസൈൻസ് പൂക്കളും കാര്യങ്ങളും ഒക്കെയുള്ള ചെറിയൊരു ഡിസൈൻ അത്രമാത്രമാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കുർഫുക്കാൻ്റെ ആംഫി തിയേറ്ററാണ്. ആംഫി തിയേറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ കല, അതേപോലെ എല്ലാ രീതിയിലുള്ള കലകളെയും പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ അവരുടെ പ്രദർശനത്തിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിയേറ്റർ സെറ്റപ്പാണ് കേട്ടോ. അതായത് 2020 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഫ്ലവറിലൊക്കെ ആംഫി തിയേറ്റർ, കുർഫുക്കാൻ ആംഫി തിയേറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ട്. സ്ട്രക്ചർ അത് സ്റ്റേഡിയം പോലെയുള്ള സംഭവം അല്ലേ? അവിടെ സീറ്റിംഗ് അല്ലേ കാണുന്നത്? സീറ്റിംഗ് ആണ്. ആ മുകളിൽ കാണുന്നത് എന്തോ കിങ്ങിൻ്റെ എന്തോ സംഭവമാണ്. വീടോ അങ്ങനെ എന്തോ സംഭവമാണ് കാണുന്നത്.
പറഞ്ഞറിവേ ഉള്ളൂ, കൂടുതലായിട്ട് അറിയില്ല. നമ്മൾ മുകളിൽ അത് കണ്ടോ, മുകളിൽ കാണുന്ന ലൈറ്റ് കണ്ടോ, അത് അത് അൽ ഷുഹൂബ് റെസ്റ്റ് ഏരിയ അങ്ങനെ എന്തോ ആണ് അതിന് പറയാം. അവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ മോർണിംഗ് ടൈമിൽ നല്ല ഒരു സൺറൈസും ഇങ്ങനെയൊക്കെ കാണുന്ന വീഡിയോ മോസ്റ്റ്ലി ആൾക്കാർ ഇട്ടിരിക്കുന്നത് ദുബായിൽ. നിങ്ങൾക്ക് കണ്ടോ, ഒരു 6 പില്ലറിൻ്റെ മേലെ ഒരു ബീം പോലെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവില്ല, ബാക്കിയുള്ളതിൻ്റെ വേണ്ടിയില്ലാത്ത? അപ്പുറത്തെ സൈഡോ അതേപോലെ തന്നെ. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിന് ഐഡിയ? ഉള്ളിൽ എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. ഇത് സ്റ്റേജാണ്. ഏത്? ഇത് ഈ കാണുന്ന സ്റ്റേജാണ്. ഏത്? ഈ സെൻട്രലിൽ. ദുബായിക്ക് പോവാ. ആ, ഇവിടെ 1.5 മണിക്കൂറുണ്ട്. ഇത് സൈക്കിളിന്റെ റോഡാ. കറക്റ്റ്, യു ആർ റൈറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ചെയ്യണം. ബൈ ബൈ, സീ യു ലേറ്റർ. അപ്പോൾ പോയിട്ട് എനിക്ക് വേറെ വീഡിയോ എടുക്കാനാണ്.